ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മെഹിക്സ് ഇൻസൈറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹാഫ് ഡേ വ്ലോഗ് പ്ലസ് ഒരു വിഷൻ ബോർഡിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. രാവിലെ എണീറ്റ് ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടു, പിന്നെ ബ്ലാങ്കറ്റ്സൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയി. അപ്പോൾ ചായക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് കല്ലുംകായ പൊരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഇന്നലെ ഞാനും ഉമ്മയും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അതിന്ന് പെട്ടെന്ന് തന്നെ എടുത്ത് പൊരിച്ച് തന്നു. അപ്പോൾ ചായയും കല്ലുംകായ പൊരിച്ചതുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ മെല്ലെ ചായ കുടിക്കാൻ തുടങ്ങി. ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് അലക്കി വെച്ച കുറച്ച് ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മേലിലേക്ക് പിന്നെയും വന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന വിഷൻ ബോർഡിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ 10th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ, അതായത് +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു വിഷൻ ബോർഡ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അധികം വൈഡായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ഈ ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ നമ്മുടെ സ്കൂളിൽ വന്നൊക്കെ ക്ലാസ് എടുക്കില്ലേ, അപ്പോൾ ആ ഒരു ടൈമൊക്കെ നമുക്ക് പറഞ്ഞുതരും. അതായത് നിങ്ങൾക്ക് ലൈഫിലൊരു ഗോൾ വേണം. ആ ഒരു ഗോള് നിങ്ങൾ എപ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ആ സമയത്തെ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നൊരു കാര്യമാണിത്. ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്ന് കുളിക്കാൻ കയറി. ഇനി നെക്സ്റ്റ് നമ്മുടെ വിഷൻ ബോർഡ്, അതായത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ അത് ഞാനൊന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ഞാൻ 10th ഒക്കെ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് എൻ്റെ ഗോൾ എഴുതി വെക്കുമായിരുന്നു ഒരു പേപ്പറിൽ. അത്ര മാത്രമേ എനിക്ക് അന്ന് അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ അടുത്തായിട്ടാണ് നമ്മുടെ പേളി മണിയുടെ വിഷൻ ബോർഡിൻ്റെ വീഡിയോ കാണുന്നത്. അതുവരെ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഗോൾ മാത്രം എഴുതി വെക്കുമായിരുന്നു. ഇങ്ങനെ ഫോട്ടോസൊന്നും പ്രിൻ്റ് ചെയ്ത് ഇങ്ങനൊരു രീതിയിലൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ചെയ്തു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണിത്, ഈ വിഷൻ ബോർഡ് എന്നുള്ളത്. ഗോൾ എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഗോൾസ്, അതായത് 2025 നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട കുറച്ച് ഗോൾസ് ആദ്യം പ്ലാൻ ചെയ്യുക. എന്നിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് എടുക്കുക. നിങ്ങൾക്ക് എന്താണ്, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കാറ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് കാറിൻ്റെ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കാഡമിക്സിൽ കുറച്ച് ഗ്രോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് അത് പ്രിൻ്റ് ചെയ്തിട്ട് വരാം. ഞാൻ അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ ആളുടെയും ഗോള് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങളെ ഗോള് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് പ്രിൻ്റ് ചെയ്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് സൈസ് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഫോട്ടോസ്, അതായത് നിങ്ങളെ ഗോൾസിനനുസരിച്ചിട്ടുള്ള അത്രയും വലിപ്പമുള്ള ഒരു പേപ്പറോ കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഈ ഫോട്ടോസൊക്കെ വോളിൽ സ്റ്റിക്ക് ചെയ്യുക. ആ ഒരു കാർഡ്ബോർഡിൻ്റെ വോളിൽ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്ന സംഭവം. കുറേ പേർക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടാവും. അതായത് ഈ അടുത്തായിട്ട് ഈ വിഷൻ ബോർഡ് എന്നുള്ള ഐഡിയ നല്ല രീതിയിൽ ഈ ഒരു കോൺസെപ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഗുഡ്, അതായത് ബെസ്റ്റ് എന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ ചെയ്യുക. കാരണം ഓരോ ഇയറും നമുക്ക് വിലപ്പെട്ടതാണ്. 2025 നമ്മൾ ഒന്നും അച്ചീവ് ചെയ്യാതെ പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളതായ രീതിയിൽ നല്ലൊരു വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ലൈഫിൽ ഗ്രോ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ എന്താണോ, ഇപ്പോൾ ഒരു SSLC സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ ഫുൾ A+ കിട്ടാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അതായത് ഫുൾ A+ എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ജസ്റ്റ് എഴുതി ഒട്ടിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ കുറേ ഗോൾസ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ പ്രിഫറൻസ് പോലെ ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ വിഷൻ ബോർഡ് കുറച്ചും കൂടിയും ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ തന്നെ. എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളത്, കുറച്ച് അതായത് നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ പറ്റുന്ന കുറച്ച് കോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ വോളിൽ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷൻ ബോർഡ് എന്ന് പറഞ്ഞ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് വിഷൻ ബോർഡ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.
Thank you so much for watching this video. It's me, Miza Mehek from Mehek's Insights. Thank you.